ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. ഇത് ഡിന്നറിനും കഴിക്കാം, ലഞ്ചിനും കഴിക്കാം. മേത്തിയും മൾട്ടിഗ്രെയിനും യൂസ് ചെയ്തിട്ട് എങ്ങനെ ഈ മെനു ഉണ്ടാക്കാൻ നമുക്കിവിടെ നോക്കാം. ആദ്യം ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് ജോവാറും പിന്നെ റാഗിയും പിന്നെ ഗോതമ്പും എല്ലാം ഓരോരോ കപ്പ് ഈക്വൽ ക്വാണ്ടിറ്റി എടുക്കാം. അതിലിത്തിരി ഉപ്പും ജീരകം പൗഡറും റെഡ് ചില്ലി പൗഡറും പിന്നെ ഗരം മസാല ഇട്ടിട്ട് പിന്നെ മേത്തി ലീഫ് ഒരു 1 ബഞ്ച് ഓഫ് മേത്തി ലീഫ്, ഇത് നിങ്ങളുടെ ആവശ്യത്തിന് എത്ര മേത്തി ലീഫും ഇട്ട് അത് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ചപ്പാത്തി മാവ് മാതിരി അത് കുഴച്ചെടുക്കാം. പിന്നെ അവസാനം കുറച്ച് 2 സ്പൂൺ എണ്ണ ഇട്ടിട്ട് അത് കുഴച്ചെടുത്തിട്ട് ഇടാം. പിന്നെ ഇതിനിപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ അതിന് നമുക്ക് എടുത്ത് വെക്കൊന്നും വേണ്ട, ഹാഫ് ആൻ അവർ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ഈ അളവിൽ എനിക്കൊരു 10 റൊട്ടി കിട്ടി. പിന്നെ അത് നമ്മളിങ്ങനെ ചപ്പാത്തി മാതിരി പരത്തിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചപ്പാത്തി മാതിരി പരത്തിയെടുക്കാം. ഇത് നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. കുറച്ച് എണ്ണ ഇടാം, അല്ലെങ്കിൽ കുറച്ച് നെയ്യും ഇടാം. സോ ഞാൻ ഇങ്ങനെ എല്ലാ റൊട്ടിയും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചു കഴിഞ്ഞു. എല്ലാം റെഡിയായി. ഇത് നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. പിന്നെ ഇത് നമുക്ക് തൈര് കൂട്ടിയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ പിക്കിള്. ഈ പിക്കിൾ വന്നിട്ട് ടൊമാറ്റോ പിക്കിളാണ്. ഇത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടുണ്ടായിരുന്നു. സമ്മർ ടൈമിൽ ടൊമാറ്റോ കമ്മി വിലയ്ക്ക് കിട്ടുമ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാക്കി വെക്കാം. ഇത് ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, ഇങ്ങനത്തെ പറാട്ട, റൊട്ടി, കേർഡ് റൈസിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതൊരു 1 വീക്ക് ഉണ്ടാക്കി ഒരു 1 വീക്ക് വരയ്ക്കും ഉണ്ടാവും. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.